ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? നമ്മളിവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഷോർട്സൊക്കെ ഇടാറുണ്ട്. അതിന് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ പോകുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ കുറേ നാളത്തെ ലോങ് വീഡിയോസ് ഇടുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ മിസ്റ്റേക്സൊക്കെ ഉണ്ട് വീഡിയോയിൽ. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഉണ്ണികൾക്ക് ലീവായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നില്ല. കാരണം നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഉണ്ണികൾക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇക്ക വർക്ക് കഴിഞ്ഞ് നേരത്തെ വരികയും ചെയ്തു. അപ്പോൾ ഇക്ക പറഞ്ഞു നല്ല മഴയായിരുന്നു കേട്ടോ. മഴയൊക്കെ കുറച്ച് തോർന്നതിന് ശേഷം ഇക്ക പറഞ്ഞു നമുക്ക് പുറത്ത് പോയാലോ എന്ന്. കാരണം വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ബോറടിക്കുന്നു ഉണ്ണികൾക്കും. അതെ, അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ച പോലെ പാർക്കിലൊക്കെ പോകാം. നമ്മൾ വീടിൻ്റെ അടുത്ത് പാർക്കൊക്കെ ഉണ്ട്. പിന്നെ വിചാരിച്ചു അവിടെ ആകെ മഴ പെയ്തിട്ട് ആകെ വെള്ളം കെട്ടി നിന്നിട്ട് ഉണ്ണികൾക്ക് ശരിക്കും കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇക്കാട് പറഞ്ഞു നമ്മളെ വീടിൻ്റെ അടുത്ത് ഹൈവേ പണി നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞു. ഒക്കെ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ പോയ ഉണ്ണികൾ ഫുൾ ഹാപ്പി ആവും. പിന്നെ അവിടെ അവർക്ക് നല്ല രീതിയിൽ ഓടി കളിക്കാനുള്ള നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉണ്ണികൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ മഴ ഉണ്ടായിരുന്നു, മഴ കുറച്ച് തോർന്ന് കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോണ നേരത്ത് ഉണ്ണികൾക്ക് ജ്യൂസ് അടിച്ചു. അപ്പോൾ റൈമോളോട് വെച്ച് റൈമോൾ പറഞ്ഞു ജ്യൂസ് വേണ്ട, മുട്ട മതി എന്ന് പറഞ്ഞു. അപ്പോൾ റൈമോൾക്ക് മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുത്തു. റൈമോൾക്ക് ജ്യൂസ് കൊടുത്തു. അപ്പോൾ ഞാനും റൈമോളും മുട്ട തന്നു, റൈമോളും ഇക്കയും ജ്യൂസ് കുടിച്ചു. അത് കുടിച്ച് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷ് ആയതിൻ്റെ ശേഷം ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ നല്ല ഇരിക്കാനുള്ള നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കണത് കാരണം അധികം വണ്ടികളൊന്നും പോകണമെന്നില്ല. അപ്പോൾ അവിടെ പണി ഇവിടെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ണികളും ഒക്കെ അവരിങ്ങനെ ഒരു സമയത്ത് അവിടെ വന്നിങ്ങനെ ഇരിക്കും. നല്ല റിലാക്സ് ചെയ്യാനും നല്ല സുഖമാണ് അവിടെ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. പോണ വഴിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു കടയിൽ നിന്ന് കപ്പലണ്ടിയും അതേപോലെ ഉണ്ണികൾക്ക് കുറച്ച് മിഠായും സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിപ്പോയി. എനിക്ക് കപ്പലണ്ടി നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് അവിടെ പോയിരുന്ന് കഴിച്ചു. ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. അതേപോലെ പോകുമ്പോൾ ഓരോന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് കഴിക്കും. പിന്നെ അതുപോലെ തന്നെ കണ്ടോ റൈമോളെ കയ്യിലൊരു ചെയർ കണ്ടോ, ചെറുത്, അത് റൈമോളെ ബർത്ത്ഡേക്ക് എൻ്റെ ഉപ്പയുമ്മയും വാങ്ങിക്കൊടുത്തതായിരുന്നു. അപ്പോൾ അതന്ന് അങ്ങനെ യൂസ് ചെയ്തിരുന്നില്ല. ഇപ്പോഴാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഇപ്പം ഇങ്ങോട്ട് ഹൈവേലേക്ക് വരുമ്പോൾ മാത്രം അതെടുത്ത് കൊണ്ടുവരും. എന്നിട്ട് അവർ ചെയറിലോ അല്ലാണ്ട് പേര് മാറി മാറി ഇരിക്കും. ഞാൻ കുറച്ച് നേരം വണ്ടിയുമൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ഇക്ക ചോദിച്ചു കണ്ടോ റനമോൾ ഒരു ഇതിൻ്റെ ഉള്ളിൽ കയറിക്കണുണ്ടോ. ഞാൻ ഇക്കയുടെ അടുത്ത് ചോദിച്ചു മഴ വന്നാൽ എന്ത് ചെയ്യും. അപ്പോൾ ഇക്ക പറഞ്ഞു നനയന്നല്ല അതെന്ത് ചെയ്യാം. അപ്പോൾ റനമോൾ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആ അറ്റത്ത് നിന്നാട്ടോ നമ്മൾ വന്നത്. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേനും ഇവരെ ഡാൻസ് തുടങ്ങി. അവിടെ ചെന്നാൽ റീൽസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഡാൻസ് കളിക്കും. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചേച്ചിയും അതിൻ്റെ മോളും കൂടിയിട്ട് റീൽസ് എടുക്കുന്നുണ്ടായി. ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി മഴ കുറഞ്ഞതിൻ്റെ ശേഷമാണ് പോയത്. പിന്നെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി ഇങ്ങനെ നിന്നിരുന്നു. അപ്പോൾ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന നേരത്ത് കണ്ടോ റൈമോള് കണ്ടോ കുറച്ച് നേരം ചേർത്ത് ഇങ്ങോട്ട് ഇടും, കുറച്ച് നേരം അങ്ങോട്ട് ഇടും. ഒരു വെള്ളം കുപ്പിയൊക്കെ കൈ പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. അല്ലെങ്കിൽ അവിടെ പോയി ഇങ്ങനെ ദാഹിക്കണമെന്ന് അറിയും. പിന്നെ വെള്ളം കുടിക്കാൻ പിന്നെ അമ്മ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. കണ്ടോ ഞാൻ പറഞ്ഞില്ല അവിടെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു കുറേ സ്ഥലങ്ങളിൽ. അപ്പോൾ ഞാൻ വലിയ ലെങ്ത്തുള്ളൊരു ഫ്രോക്കാണ് ഇട്ടിട്ട് പോയത്. അപ്പോൾ ഫ്രോക്കിന് താഴെ ആകെ നനഞ്ഞു. പിന്നെ ഇക്ക പറഞ്ഞു ഇനിയിപ്പോൾ പോവാം, ചെറുതായി പിന്നെയും മഴക്കാറും ഇതൊക്കെ വന്നു. അപ്പോൾ സഡനായി മഴ വന്നാൽ പിന്നെ കയറിക്കാനുള്ളൊരു സ്പേസ് ഇല്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇക്ക പറഞ്ഞു പോവാം, ഇന്ന് ഇത്രയും മതിയെന്ന്. അപ്പോൾ അവിടെ ചെന്ന് പുണ്ണികൾ ഫുൾ ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം വരുന്നുണ്ട്. ബൈ ബൈ.